ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രസവരക്ഷയെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. സോ ഞാൻ എൻ്റെ പ്രസവരക്ഷ എടുക്കുന്നത് സമേത ആയുർവേദിക്സിലാണ്. ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ള ഒരു സെൻ്ററാണത്. സോ എന്തായാലും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ദേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അമ്മയായിരിക്കും എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പോകെ പറയാം. ഞാൻ എടുത്തത് 7 ഡേയ്സിൻ്റെ പാക്കേജ് ആയിരുന്നു കേട്ടോ. നമ്മൾ എടുക്കുന്ന പാക്കേജിൽ ബൈസ്റ്റാൻഡറിൻ്റെ ഫുഡും അക്കോമഡേഷനും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് എക്സ്ട്രാ ഒരാളെയും കൂടി നിർത്തണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആ ആളുടെ ഫുഡിനും അക്കോമഡേഷനും ആകും. സമേത ആയുർവേദിക്സിന്റെ ബ്രാഞ്ച് കോഴിക്കോടും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലും ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലുള്ള സമേതയിലാണ് കേട്ടോ ഞാൻ പോയത്. നോർമൽ ഡെലിവറി ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് 1 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രസവരക്ഷ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഡോക്ടറോട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. എന്റേത് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചൊക്കെ ഹീലാവാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ 1 മന്ത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 37 ഡേയ്സ് ആയപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയത് കേട്ടോ. സി സെക്ഷൻ ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിക്കുക. സ്റ്റിച്ചിന്റെ ഹീലിംഗും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വളരെ കാം ആയിട്ടുള്ള ഒരു വൈബാണ് കേട്ടോ അവിടെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും. സോ ഇതാണ് നമ്മുടെ റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. TV, ഫ്രിഡ്ജ്, കെറ്റില്, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും റൂമിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും ലോണ്ടറി അവർ തന്നെ നോക്കും കേട്ടോ. നമ്മളുടെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് അവരൊരു ബക്കറ്റ് തരും. അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ ഡെയിലി വന്നിട്ട് അത് കൊണ്ടുപോയി വാഷ് ചെയ്ത് ഡ്രൈ ആക്കി തിരിച്ചുകൊണ്ട് തരും. അതുപോലെ തന്നെ വേസ്റ്റ് ആണെങ്കിലും കുഞ്ഞിന്റെ ഡയപ്പർ ആണെങ്കിലും ഒക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും വന്നിട്ട് അവർ റൂം ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ ഡയപ്പറും ബാക്കിയുള്ള വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ റിമൂവും ചെയ്യും. പിന്നെ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഡോക്ടേഴ്സ് വന്നിട്ട് നമ്മളെ കണ്ട് നമ്മളുടെ സ്റ്റിച്ചൊക്കെ നോക്കി എല്ലാം ഉറപ്പുവരുത്തി നമുക്ക് എവിടെയൊക്കെയാണ് ബോഡിയിൽ പെയിൻ ഉള്ളതെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൺസേൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡോക്ടറോട് പറയാവുന്നതാണ്. അവർ അതിനനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും തരുകയും ചെയ്യും. പിന്നെ ഇവരുടെ പാക്കേജിൽ തന്നെ വിത്ത് അക്കോമഡേഷനും ഉണ്ട്, വിത്തൗട്ട് അക്കോമഡേഷൻ വീടുകളിൽ വന്ന് ചെയ്യുന്ന സർവീസും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് റേറ്റ് ഡിഫറൻസും വരും കേട്ടോ. സോ ഡെയിലി ഉള്ളൊരു റുട്ടീൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാതെ വയ്യ. 9 ടൈംസ് ആണ് നമ്മുടെ ഫുഡ്. ബൈസ്റ്റാൻഡർക്ക് 4 ടൈംസും. 9 ടൈംസ് ഹെവി മീൽസ് അല്ല, ചെറിയ ചെറിയ സ്നാക്സ്, ജ്യൂസ്, അങ്ങനെയുള്ള എല്ലാ ഫുഡും നമുക്ക് തരുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 7-7:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഒരു ഫുൾ ഗ്ലാസ് പാലും അതുപോലെ തന്നെ ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങിയത് നമുക്ക് കൊണ്ട് തരും കേട്ടോ. അത് ബൈസ്റ്റാൻഡറിനില്ല, അമ്മയ്ക്ക് മാത്രമുള്ളതാണ്. പിന്നെ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓരോ ദിവസവും ഡിഫറെന്റ് ബ്രേക്ക്ഫാസ്റ്റുകളാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ടും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് മസാജാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹെയർ പാക്ക് ഇട്ട് തരും. അത് കഴിഞ്ഞ് ഫേസ് മസാജ്, ഫേസ് പാക്ക്. അത് ഓരോ ദിവസവും ഡിഫറെൻറ്റ് ഫേസ് പാക്കാണ് കേട്ടോ അവരിടുന്നത്. പിന്നെ ഫുൾ ബോഡി മസാജ്, ഫുൾ ബോഡി പാക്ക്. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ വേദുകുളി, പിന്നെ ധൂമപാനം, കേശധൂമപാനം. പിന്നെ അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്യണമെന്നുള്ളവർക്ക്, വയറ് കെട്ടിവെക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്തില്ലായിരുന്നു. എനിക്കൊരു ഡിസ്കംഫർട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്തില്ല. ലാസ്റ്റ് 3 ഡേയ്സൊക്കെ ആകുമ്പോഴേക്കും ഞവരത്തേപ്പും അതുപോലെ ഞവരക്കിഴി ഫേഷ്യൽ, പിന്നെ മെഡിക്കേറ്റഡ് സ്റ്റീം ബാത്ത് ഉണ്ട്, ശിരോധാരയുണ്ട്, ബോഡി ബ്രൈറ്റനിങ് ആയിട്ടുള്ള സാൻഡൽ പാക്ക് ചെയ്യും, പിന്നെ ഷാംപൂ വാഷും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 7 ഡേയ്സ് പാക്കേജിൽ വരുന്നത്. അതുപോലെ തന്നെ എന്നെ കുളിപ്പിക്കുന്ന ടൈമിൽ തന്നെ കുഞ്ഞിനെ അവരെടുത്തുകൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് കുളിപ്പിച്ച് റെഡിയാക്കി തരും. എല്ലാം കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ശരീരം മൊത്തം നമുക്കൊരു റിലാക്സ് ആയ ഒരു ഫീലാണ്. നല്ല ഉറക്കം വരും. അങ്ങനെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും അവരൊരു ചുക്ക് കാപ്പി തരും. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ചുക്ക് കാപ്പി തരും. ആ ചുക്ക് കാപ്പി നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ. ആ ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ തന്നെ, നല്ല ചൂടോട് കുടിക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അവർ നമുക്ക് ഓൾറെഡി പാൽക്കഞ്ഞിയും അതുപോലെ ചമ്മന്തിയും. ഈ ചമ്മന്തിക്ക് പകരം എല്ലാ ദിവസവും ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ പാൽക്കഞ്ഞി ഉണ്ടാവും, പക്ഷെ ചമ്മന്തിക്ക് പകരം വേറെ ഡിഷസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചമ്മന്തിയാണ്. ഇന്നലെ പാവയ്ക്ക കൊണ്ടാട്ടമായിരുന്നു. മിനിഞ്ഞാന്ന് പയർ തോരനായിരുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ച് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ.
ലഞ്ചും ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലഞ്ചാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാ കറിയും നല്ല ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഫുഡ് അവർ തരത്തില്ല. അവർ മെയിനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് തരുന്നത്. ലഞ്ചിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ജ്യൂസ് ഉണ്ട്. അതും എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ജ്യൂസാണ് തരുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഉറക്കം, അത് മസ്റ്റാണ്. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴേക്കും അവർ ചായ കൊണ്ടുവരും. ചായയുടെ കൂടെയും ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും. സ്നാക്സും ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ ഒരു 6 മണി 6:30 അവർ ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൊണ്ടുവരും. അത് കൂടുതലും ഈ റാഗി വെച്ചിട്ടോ അല്ലെങ്കിൽ ഓട്സ് വെച്ചിട്ടോ ഉള്ള ഡ്രിങ്കാണ് കേട്ടോ അവർ കൊണ്ടുവരുന്നത്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു 8 മണിയോടുകൂടി അവർ ഡിന്നർ കൊണ്ടുവരും. ഡിന്നർ കൊണ്ടുവന്നതിന് ശേഷം ലാസ്റ്റ് ഫുഡായിട്ട് അവർ കൊണ്ടുവരുന്നതാണ് പാലും നട്ട്സും. ഇത്രയും കഴിയുമ്പോഴേക്കും ആ ഫുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ബൈസ്റ്റാൻഡർക്ക് കിട്ടുന്നത് മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ചായ, അതുപോലെ ഡിന്നറും. സോ ഇത്രയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. ഓരോ ദിവസവും ഡോക്ടേഴ്സ് വന്നിട്ട് നോക്കും, നമ്മളുടെ കാര്യങ്ങൾ തിരക്കും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ അതനുസരിച്ച് മാറ്റങ്ങളും വരുത്തും കേട്ടോ. ട്രീറ്റ്മെൻറ്റിന് അവർ യൂസ് ചെയ്യുന്നത് സമേതയുടെ തന്നെ പ്രൊഡക്ട്സ് ആണ്. സോ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് നമുക്ക് തന്നുവിടും. അതുകൂടാതെ നമുക്ക് ഇവരുടെ പ്രോഡക്ട്സ് മേടിക്കാനും പറ്റും കേട്ടോ. എന്തായാലും പ്രോഡക്ട്സ് ആണെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കൊടുത്ത പൈസക്ക് വെർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ ബോഡിക്കാണെങ്കിലും നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ ഓക്കെ ആയിട്ടിരുന്നാലല്ലേ നമുക്ക് വാവേനെ നല്ല രീതിയിൽ നോക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ഡെലിവറി കഴിഞ്ഞവരെല്ലാവരും തന്നെ പോസ്റ്റ്നൈറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുക. അത് നമ്മുടെ ബോഡിക്കാണെങ്കിലും മൈൻഡിനാണെങ്കിലും നല്ലൊരു മാറ്റം കൊണ്ടുവരും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.